പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്കായി വെളിപ്പെടുത്തിയ ആ വലിയ കരുണയുടെ നിമിഷങ്ങളിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുക. ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ ആ വലിയ കരുണയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് ദൈവം എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം. ഏതെല്ലാം രീതിയിലാണ് ദൈവം തൻ്റെ കരുണ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് നിരന്തരം വർഷിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അതിൻ്റെ വില മനസ്സിലാക്കാതെ നമ്മൾ ദൈവത്തെ പഴിക്കാറുണ്ട്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് മാപ്പിരക്കാം. ഈശോയെ, ഞാൻ അറിഞ്ഞും അറിയാതെയും അങ്ങേ വേദനിപ്പിച്ചു പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അങ്ങേ വേദനിപ്പിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. എന്നോട് പൂർണ്ണമായി ക്ഷമിച്ച് വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കരുണ വർഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നേ ദിവസം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവന്റെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഏറെ പരിചിതമായ ഒരു വചനഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇവിടെ യേശുനാഥൻ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ വിശ്വാസം കണ്ടിട്ടാണെന്നും ഇന്നത്തെ തിരുവചനം നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. യേശുനാഥൻ ഒത്തിരിയേറെ അത്ഭുത കൃത്യങ്ങൾ ചെയ്തു, ഒത്തിരിയേറെ സൗഖ്യം അവൻ നൽകുവാൻ തുടങ്ങി. ഇതെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ തീർച്ചയായും ഈ തളർവാദ രോഗിയെ കൊണ്ടുവന്ന ആ വ്യക്തികൾക്കും അവരുടെ മനസ്സിലേക്ക് തങ്ങളുടെ സുഹൃത്തിനെ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയാൽ തീർച്ചയായും അവനും ദൈവം സൗഖ്യം നൽകി അനുഗ്രഹിക്കും എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചു. യേശുവിന് അതിനുള്ള കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സാഹസത്തിന് മുതിരുന്നത്. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാണ് ഇന്നത്തെ വചനം നമ്മുടെ മുമ്പിൽ പറയുന്നത്. അത് അവരുടെ വിശ്വാസമായിരുന്നു. ഇവന് വേണ്ടി എന്ത് ത്യാഗവും ഞങ്ങൾ സഹിക്കുവാൻ തയ്യാറാണ്. അങ്ങനെ ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടെ ആ തളർവാദ രോഗിയെ യേശുനാഥൻ്റെ അടുക്കിലേക്ക് അവർ കൊണ്ടുവരുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്, എങ്ങനെയും അവൻ്റെ തളർവാദം ഒന്ന് മാറ്റിയെടുക്കുക. യേശുവിൻ്റെ പ്രാർത്ഥനയിലൂടെ അവൻ്റെ തളർവാദം അവനിൽ നിന്ന് പൂർണ്ണമായും മാറിപ്പോകുന്നതിന് വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ യേശുനാഥൻ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു നടപടിയായിട്ട് നമുക്ക് തോന്നാം. ആ തളർവാദ രോഗിയോട് യേശുനാഥൻ പറയുന്നത് ഇപ്രകാരമാണ്, മകനെ, ധൈര്യമായിരിക്കുക,
നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവന് ഈ ശാരീരികമായ ഒരു സൗഖ്യത്തെക്കാൾ ഉപരിയായി ഇവന് മാനസികമായ ഒരു സൗഖ്യം ആവശ്യമാണെന്ന് തിരിച്ചറിയുന്ന കർത്താവ് അവനോട് പറയുകയാണ്, നീ ധൈര്യമായിരിക്കുക. നിന്റെ പാപങ്ങളെ ഓർത്ത് നീ അസ്വസ്ഥമാകേണ്ട. നിന്റെ ജീവിതത്തിലെ ഈ തളർവാദത്തെ ഓർത്ത് നീ അസ്വസ്ഥമാകേണ്ട. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഒരേ ഒരു കാരണമാണ്, അത് നിന്റെ പാപമാണ്. ഇതാ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് നിന്ന പലർക്കും അത് അരോചകമായിട്ട് തോന്നി. എങ്ങനെയാണ് ഒരു മനുഷ്യന് പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുക? ദൈവത്തിന് മാത്രം അധികാരപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് ഇവനത് ചെയ്യാൻ സാധിക്കുക? സമൂഹത്തിൽ ഏറെ അറിയപ്പെട്ടിരുന്ന വ്യക്തികളാണ് നിയമജ്ഞർ. തീർച്ചയായും കർത്താവിന്റെ കൽപ്പനകൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന വേളയിലെല്ലാം ഈ ഒരു ഭാഗത്തെക്കുറിച്ച് അവർ പറയുന്നത് ദൈവത്തിന് മാത്രം അധികാരം ഉള്ള ഒന്നാണെന്നാണ്. അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള ആ വ്യക്തികൾ പെട്ടെന്ന് തന്നെ അതിനെതിരെ തിരിയുന്നതാണ് നമ്മൾ കാണുക. അവരുടെ ഹൃദയ വിചാരങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് യേശുനാഥൻ തുടർന്നും അവരോട് പറയുന്നുണ്ട്, ഇതിൽ ഏതാണ് നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത്? ഏതാണ് എളുപ്പം? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? പ്രിയമുള്ളവരെ, ഈ രണ്ട് ചോദ്യങ്ങൾ യേശുനാഥൻ നിയമജ്ഞരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയുക, ഇതിൽ ഏതാണ് എളുപ്പം? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ, അതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതാണോ? തീർച്ചയായും യേശുവിന് അവനോട് എഴുന്നേറ്റ് നടക്കുവാൻ പറയാം. അതോടുകൂടി അവൻ തീർച്ചയായും എഴുന്നേറ്റ് നടക്കും. പക്ഷേ അവൻ്റെ ശാരീരികമായ ആ സൗഖ്യത്തോടൊപ്പം തന്നെ അവന് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒന്ന്, അത് അവൻ്റെ മാനസികമായ സൗഖ്യമാണ്. അവൻ ദൈവത്തിൽ നിന്ന് ഒത്തിരിയേറെ അകന്നു പോയിരിക്കുന്നു. ദൈവത്തിൽ നിന്നും തിന്മ ചെയ്ത് അവൻ അകന്നു പോയിരിക്കുന്ന അവൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യേശുനാഥൻ പ്രവർത്തിക്കുന്നത്. ഈ ശാരീരികമായ സൗഖ്യത്തേക്കാൾ കൂടുതൽ അവന് ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കൂട്ടാണ്. ദൈവത്തിൻ്റെ കൂട്ടിലേക്ക് അവൻ കടന്നു വരണമെങ്കിൽ തീർച്ചയായും അവൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ പൂർണ്ണമായും എടുത്തു മാറ്റപ്പെടണം. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ അവനോട് പറയുന്നത്, അങ്ങനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇന്നും ഈ തളർവാദ രോഗിയെ പോലെ നമ്മൾ പാപാവസ്ഥയിൽ കഴിയുന്നവരാണ്. പാപത്താൽ നമ്മൾ തളർന്നു പോയിരിക്കുന്നു. നമുക്കും ശാരീരികമായ സൗഖ്യത്തെക്കാൾ ഉപരിയായി നമ്മുടെ മനസ്സിന്റെ സൗഖ്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്ന ആ കൂദാശ കുമ്പസാരം എന്ന കൂദാശയാണ്. ഇന്ന് പലപ്പോഴും ഒരു കടമ പോലെ നമ്മൾ നിർവഹിച്ചു പോകുന്ന ഒരു കൂദാശയായി അത് അധംപതിച്ചിരിക്കുന്നു. എന്നാൽ ആ കൂദാശയിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യം എന്താണെന്നും അതിലൂടെ നമുക്ക് കൈവരുന്നത് എന്താണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന ഓരോ കുമ്പസാരവും വളരെ അർത്ഥപൂർണമായ ഒന്നായി മാറും. എങ്ങനെയാണ് നമ്മുടെ കുമ്പസാരത്തെ അർത്ഥപൂർണമാക്കി മാറ്റുവാൻ സാധിക്കും? ഒത്തിരിയേറെ ഒരുങ്ങി കുമ്പസാരം നടത്തുന്ന എത്ര ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരു ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനേകം ആളുകൾ അവർ കുമ്പസാരിക്കുന്നുണ്ട്. എങ്കിൽ എനിക്കും ഒന്ന് കുമ്പസാരിച്ചേക്കാം എന്ന് വിചാരിക്കുന്നവരല്ലേ നമ്മളിൽ പലരും. അതേസമയം ഇരുന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ എപ്രകാരമാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട്. ഏതെല്ലാം വിധത്തിലാണ് ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുള്ളത്? ഏത് പാപത്തിലൂടെയാണ് ഞാൻ ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടുള്ളത്? ഈ പാപം ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു? എന്താണ് എന്നെ പാപത്തിലേക്ക് നയിച്ചത്? അങ്ങനെ എല്ലാ തരത്തിലും ദൈവത്തിൽ നിന്നും എന്നെ അകറ്റിയത് എന്താണ് എന്ന് പൂർണ്ണമായ ഒരു വിലയിരുത്തൽ നടത്തുന്ന വ്യക്തിക്ക് ഇവിടെ തളർവാദ രോഗിക്ക് ലഭിച്ച അതേ സൗഖ്യം തന്നെയാണ് ദൈവം പ്രദാനം ചെയ്യുന്നത്. വെറും ഒരു വൈദികന്റെ മുമ്പിലല്ല നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നത്, മറിച്ച് ദൈവത്തിന്റെ മുമ്പിലാണ്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് നമ്മുടെ പാപാവസ്ഥ പൂർണ്ണമായും അവനെ എടുത്തു കാണിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഈ തളർവാദ രോഗിക്ക് ദൈവം എന്താണോ നൽകിയത് അത് തന്നെയാണ്. മകനെ, നീ അസ്വസ്ഥമാകേണ്ട. മകനെ, നീ ഭയപ്പെടേണ്ട. നിന്റെ പാപങ്ങൾ ഇതാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ പാപങ്ങൾ പൂർണ്ണമായി നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു.
പ്രിയമുള്ളവരെ, നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കൂദാശ എന്ന് പറയുന്നതും കുമ്പസാരം തന്നെയാണ്. നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട്. ആ ദൈവത്തിന് തിരിച്ച് സന്തോഷിക്കുവാനുള്ള ഒരു അവസരമാണ് നമ്മൾ കുമ്പസാരത്തിലൂടെ നൽകുക. ഞാൻ നിമിത്തമാണ് എൻ്റെ ദൈവം വേദനിച്ചത്, അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം ചെയ്യേണ്ടതും ഞാൻ തന്നെയാണ് എന്ന ബോധ്യത്തോടെ പൂർണ്ണമായി അനുതാപത്തോടെ നമ്മൾ കുമ്പസാരത്തിലായിട്ട് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ തിരിച്ചുവരവിൽ കർത്താവ് സന്തോഷിക്കുന്നു. ഒരു പാപി പോലും കർത്താവിന്റെ മുമ്പിൽ തിരിച്ചു വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്നാണ് വചനം പറയുക. അപ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നവനാണ്. അതിനുവേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? കർത്താവ് എന്നിൽ നിന്നും എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ഒന്ന് നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ തളർവാദ രോഗിയെ തീർച്ചയായും ആ കൊണ്ടുവന്ന ആളുകൾ നിർബന്ധിച്ചിട്ടുണ്ടാകാം. അവർ ആ തളർവാദ രോഗിയോട് പോയി പറഞ്ഞിട്ടുണ്ടാകാം, അവിടെ യേശു എന്ന പേരുള്ള ഒരു വ്യക്തിയുണ്ട്, അവന്റെ അടുക്കൽ പോകുന്ന എല്ലാവരും സുഖം പ്രാപിക്കുന്നു, അനേകം വ്യക്തികളെ അവൻ സുഖപ്പെടുത്തിയിട്ടുണ്ട്, നിനക്കും ഇതാ ഒരു അവസരം. അങ്ങനെ അവനെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ അവർ യേശുവിന്റെ അടുക്കലേക്ക് ഈ തളർവാദ രോഗിയെ കൊണ്ടുവരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്ന യേശുവിനെ. പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയപ്പോൾ അവർ എന്താണ് ചെയ്തത്? ആ ഗ്രാമത്തിലും പട്ടണത്തിലുമുള്ള എല്ലാ രോഗികളെയും യേശുവിന്റെ അടുക്കിലേക്ക് അവർ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാണ്? പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് കിട്ടിയ അതേ സൗഖ്യം അവർക്ക് ലഭിക്കണം. അവരും രോഗത്താൽ വലയുന്നവരാണ്, അവരും ദൈവത്തിന്റെ അനുഗ്രഹം ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് എന്ന തിരിച്ചറിവാണ് അവരെ ഓരോരുത്തരെയും അതിനായി പ്രേരിപ്പിച്ചത്. പിന്നീട് അനേക സ്ഥലങ്ങളിൽ നിന്നും യേശുവിന്റെ അടുക്കലേക്ക് രോഗികളെ കൊണ്ട് വരുന്ന വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും ഇതെല്ലാം കേട്ടതിന് ശേഷം തന്നെയായിരിക്കാം ഇവിടെ ഇന്ന് ആ തളർവാദ രോഗിയെ കൊണ്ട് അവർ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നത്. അവരുടെ വിശ്വാസത്തിന്റെ വലുപ്പം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് യേശുനാഥൻ അവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. എങ്കിലും ആ അത്ഭുതം ഏറ്റവും കൂടുതൽ അനുഗ്രഹമായിട്ട് മാറുന്നത് ആർക്കാണ്? ആ തളർവാദ രോഗിക്കാണ്. അവനൊരിക്കലും പ്രതീക്ഷ ഒന്നല്ല അവിടെ സംഭവിച്ചത്. തൻ്റെ തളർവാദ രോഗം മാത്രമല്ല അവിടെ മാറ്റപ്പെട്ടത്, മറിച്ച് അവന്റെ ജീവിതത്തിലെ എല്ലാ പാപാവസ്ഥകളും യേശുനാഥൻ തുടച്ചു മാറ്റി. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കുറിയിൽ നാം ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ തളർവാദ രോഗിയെ പോലെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പാപാവസ്ഥകളാൽ ഞാനും ഒരു തളർവാദ രോഗിയായി മാറിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലും വലിയൊരു സൗഖ്യം ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, എന്നെ നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സൗഖ്യത്തിലേക്ക് എന്നെ നയിക്കണമേ. കർത്താവേ, എൻ്റെ പാപങ്ങളെല്ലാം നീ ഏറ്റെടുത്താൽ തീർച്ചയായും എനിക്ക് എൻ്റെ ശാരീരികമായ എല്ലാ ബന്ധനാവസ്ഥകളും പൂർണ്ണമായും മാറ്റപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്കും നീ കടന്നു വരണമേ. കർത്താവേ, എൻ്റെ മാനസികാവസ്ഥകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണ്ണമായ സൗഖ്യം നീ പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ തളർത്തുന്ന ഓരോ അവസ്ഥകളെയും ഓരോ സാഹചര്യങ്ങളെയും നമുക്ക് കർത്താവിന്റെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് നൽകിയ ആ വലിയ കരുണയെ ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിയായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആ പുത്രൻ നമ്മുടെ ഓരോരുത്തരെയും പിതാവിന് വേണ്ടി നേടിയെടുത്തു. നമ്മുടെ പാപഭാരങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തു. നമ്മളെ വീണ്ടും ദൈവമക്കൾ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തി. ആ വലിയ കാരുണ്യത്തെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം.
എൻ